ആയിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് അനുഗ്രഹീതനായ ദൈവമാണ്. ഒരു പിടി ഓർമ്മകൾ മാത്രം ചരിത്രത്തിന് താളുകളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് കാലയവനേക്കുള്ളിലേക്ക് കടന്നുപോയ ഒരു മകൽ പുരുഷനല്ല യേശു ക്രിസ്തു. അവൻ മരണത്തെ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ഏറ്റവും ഉന്നതമായ ഒരു അടക്കമായിരുന്നു ലഭിച്ചത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നിട്ട് ഫിലിപ്പിയർ 2:9 വായിക്കുന്നത്, പിതാവായ ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സമ്പന്നതയുടെ നെറുകയിലേക്ക് അവൻ ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം നൽകി, സകല മുഴങ്കാലും അവന്റെ മുമ്പാകെ മടങ്ങുമെന്നാക്കി. ഇവനത്രേ സമ്പന്നൻ, ഇവനത്രേ അത്യുന്നതൻ. ദൈവത്തിന് സ്തോത്രം. അവൻ സമ്പന്നനാണ്. അവന്റെ നാമം യെശയ്യാവിനോട് നമുക്ക് ചോദിക്കാം, അല്ലയോ പ്രവാചക ശ്രേഷ്ഠ, ആ കർത്താവിന്റെ നാമത്തെ കുറിച്ച് നീ എന്തു പറയുന്നു? അവന്റെ നാമം പരിശുദ്ധമായ നാമമാണ്. അവന്റെ നാമം ശാശ്വതമായ നാമമാണ്. ദാവീദിനോട് ചോദിക്കാം, അല്ലയോ ഇസ്രയേലിന്റെ മധുരഗായക, നീ എന്തു പറയുന്നു അവന്റെ നാമത്തെ കുറിച്ച്? അവന് പറയാനുള്ളത്, അവന്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായ നാമമാണ്. ശൂലമിയോട് ചോദിക്കാം, അല്ലയോ ശൂലമി, നിന്റെ പ്രിയന്റെ നാമത്തെ കുറിച്ച് നിനക്കെന്ത് പറയാനായിട്ടുണ്ട്? അവൾക്ക് പറയാനുള്ളത്, എന്റെ പ്രിയന്റെ നാമം പകർന്ന തൈലം പോലെ സൗരഭ്യം തൂകുന്നതാണ്. ഇവിടെ പൗലോസ് പറയുന്നു, സകല മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ലോകത്തിലെ സകല രാജാക്കന്മാരുടെ മുഴങ്കാലുകൾ, ലോകത്തിലെ സകല പ്രസിഡന്റന്മാരുടെ മുഴങ്കാലുകൾ, സകല മന്ത്രിമാരുടെയും മതപ്രസംഗകരുടെയും, ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും മുഴങ്കാലുകൾ യേശുവിന്റെ മുമ്പാകെ മടങ്ങും. ദൈവത്തിന് സ്തോത്രം. അവൻ സമ്പന്നനാണ്. അവൻ സമ്പന്നനാണ്. സമ്പന്നന്മാരോടുകൂടി അടക്കപ്പെട്ടവൻ ആരാണോ അവനത്രേ യഹോവയുടെ ഭുജം. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവല്ലാതെ വേറെ ആരും അങ്ങനെ അടക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവൻ യഹോവയുടെ ഭുജമാണ്. അടുത്ത ആശയത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത ആശയം നമുക്ക് നോക്കാം. അതിന് 7-ാം വാക്യം വായിക്കാം. 7-ാം വാക്യം. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന ആടിനെ പോലെയും ആര് വായ തുറക്കാതെ മൗനമായിരുന്നുവോ അവനത്രേ യഹോവയുടെ ഭുജം. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേക ആളുകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഈ തരുണത്തിൽ ഇതുപോലെ വേറെ ആരും മരിച്ചിട്ടില്ല. അവൻ മാത്രമേ അങ്ങനെ മരിച്ചിട്ടുള്ളൂ. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടെന്ന് പറഞ്ഞാൽ അതിനോട് ആരും ഒരു ദയം കാണിക്കയില്ല. നമുക്കറിയാം, നമ്മുടെ റോഡിലൂടെയൊക്കെ വാഹനങ്ങളിലൊക്കെ കയറ്റി നടത്തിയും അങ്ങനെ അനേകം മൃഗങ്ങളെ അറുക്കുവാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അത് എത്രയോ വേദനയോടെയാണ് അവിടെ നിൽക്കുന്നത്. ഒരു ദയം അതിനോട് ആരും കാണിക്കുകയില്ല. നമ്മുടെ കർത്താവിനോട് ആരും ഒരു ദയം കാണിച്ചില്ല. എങ്കിലും അവൻ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ ഒരാടെ എങ്ങനെ മിണ്ടാതിരുന്നുവോ അതുപോലെ വായി തുറക്കാതെ ഇരുന്നു. നമുക്കറിയാം, ഒരാടിന്റെ രോമം കത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വളരെ സുഖമുള്ള ഒരു കാര്യമാണ്. ഇത്രയും കഷ്ടതകൾ അവൻ അനുഭവിച്ചിട്ടും സുഖത്തോടെ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള നിലയിൽ അവൻ അതെല്ലാം മൗനമായി സഹിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവർ കൊണ്ടുപോയി. 22-ാം സങ്കീർത്തനം നമുക്കറിയാം, 4 കൂട്ടം ആളുകൾ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദനിപ്പിച്ചു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ കാണുന്നത് അനേകം കാളകൾ എന്നെ വളഞ്ഞു എന്നുള്ളതാണ്. അത് ജാതികളെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു, അത് യഹൂദ ജനത്തെയാണ് ഓർപ്പിക്കുന്നത്. നായ്ക്കൾ എന്നെ വളഞ്ഞു എന്ന് പറയുകയാണ്. അത് റോമൻ സോൾജിയേഴ്സ്, റോമൻ പടയാളികളെയാണ് അത് കാണിക്കുന്നത്. 4-ാമത്തെ കൂട്ടര് അലറുന്ന സിംഹം എന്ന പോലെ അവർ എന്റെ നേരെ വായ് പിളർന്നു. അത് റോമൻ റൂളേഴ്സ്, റോമൻ ഭരണാധികാരികളെയാണ് അത് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ആളുകളും ഒരുവന്റെ നേരെ തിരിഞ്ഞു. നോക്കണം, അവൻ വളരെ ആപാദത്തോടെ മടികൊണ്ടിരിക്കുകയാണ്, വളരെ വേദനപ്പെട്ടിരിക്കുകയാണ്. ആകെ അവശനായി നിൽക്കുന്ന കർത്താവിന് നേരെ
അല്ലയോ റോമൻ ഭരണകൂടമേ, അല്ലയോ ജാതികളെ, അല്ലയോ യഹൂദ ജനമേ, ഭരണാധികാരികളെ, മതനേതാക്കന്മാരെ, ഈ മനുഷ്യനോട് നിങ്ങൾ ഇത്രയധികം ചെയ്യുവാൻ അവൻ ചെയ്ത ദോഷമെന്ന്? പ്രിയപ്പെട്ടവരെ, അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെയായി തീർന്നു. എങ്കിലും നമ്മൾ വായിക്കുന്നത്, രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതെ ഇരുന്ന ആടിനെ പോലെ അവൻ മൗനമായിരുന്നു. അവനൊന്നും പ്രതികരിച്ചിട്ടില്ല, മിണ്ടാതെയും ഉത്തരവൊന്നും പറയാതെയും ഇരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 22-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന അതിന്റെ 22-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് നമ്മൾ കാണുന്നത് ഉഷസ്സിൻ മാൻപേട രാഗത്തിൽ സംഗീത പ്രമാണിക്ക് എഴുതിയ ഒരു സങ്കീർത്തനം എന്നാണ് വായിക്കുന്നത്. ഉഷസ്സിൻ മാൻപേട എന്ന രാഗത്തിൽ. ഉഷസ്സിൻ മാൻപേട എന്ന് പറഞ്ഞാൽ സൗമ്യമായ ഒരു മാൻപേട, യാതൊരു പ്രതികരണ ശേഷിയുമില്ലാത്ത ഒരു മാൻപേട, ഒരു ഊനവുമില്ലാത്ത, ഒരു പ്രതികാരവും ചെയ്യാത്ത മാൻപേട. അതിനോട് എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്താലും ആ ഉഷസ്സിൻ മാൻപേട ഒന്നും തിരിച്ചു ചെയ്യുകയില്ല. അതുപോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു. ഓ പ്രിയപ്പെട്ടവരെ, അവനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിന്നു. എങ്കിലും അവൻ ഏറ്റവും ലളിതമായ നിലയിൽ അവരുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ മരിക്കുവാൻ വേണ്ടി ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നവനാണ്. അവൻ കൊല്ലപ്പെടുവാൻ വേണ്ടി, ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി വന്നവനാണ്. പിതാവായ ദൈവം പറയുന്നു, ദൈവം നിങ്ങൾക്ക് കാണിച്ചെന്ന പുരുഷനായ നസ്രയനായ യേശു. ദൈവം ഈ ലോകത്തിനൊരു യൗവനക്കാരനെ കാണിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ് അവനെ കാണിച്ചു കൊടുത്തത്? നമ്മൾ വായിക്കുന്നു, നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊല്ലുവാൻ. ഓ, ഇതുപോലെയുള്ള ബാശാൻ കൂറ്റന്മാർ, കാളകൾ, നായ്ക്കൾ, അവർക്ക് അവന് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവനും ചെയ്തു തീർക്കുവാൻ അവൻ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയാണ്. അതെല്ലാം നമ്മുടെ കർത്താവ് മനസ്സോടെ അനുഭവിച്ചു. അവൻ എത്രമാത്രം നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചു. ഓ, അവൻ വേദന അനുഭവിക്കാൻ വേണ്ടി, കൊല്ലപ്പെടാൻ വേണ്ടി വന്നവനാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ വെച്ച് കള്ളന്മാരവനെ പിടിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, വസ്ത്രമെല്ലാം ഉരിഞ്ഞു, അർത്ഥപ്രാണനായി വഴിയരികെ ഇട്ടേച്ച് പോവുകയാണ്. എന്നാൽ അതുവഴി ഒരു പുരോഹിതൻ വന്നു. ആ പുരോഹിതൻ വന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത്, ബൈ ചാൻസ്, യാദൃച്ഛയാ ഒരു പുരോഹിതൻ വന്നു. അടുത്തത് അതുപോലെ ഒരു ലേവ്യനും വന്നു. ബൈ ചാൻസ് അങ്ങനെ തന്നെ ഒരു ലേവ്യനും വന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഈ മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ശമരിയക്കാരൻ വരികയാണ്. അവൻ യദൃച്ഛയാ വന്നവനല്ല, അവൻ ഒരുങ്ങി വന്നവനാണ്. എങ്ങനെ അറിയാൻ പറ്റും? ഇവന്റെ മുറിവുകളെ തുടയ്ക്കുവാനുള്ള ആ കോട്ടൺ തുണി അവന്റെ കയ്യിലുണ്ടായിരുന്നു. മുറിവിന് പകരാൻ ഫസ്റ്റ് എയ്ഡ് എണ്ണയും വീഞ്ഞും ഉണ്ടായിരുന്നു. അവനെ കയറ്റി കൊണ്ടുപോകുവാൻ വാഹനമൃഗമുണ്ടായിരുന്നു. വഴിയമ്പലക്കാരന് കൊടുക്കാൻ പണമുണ്ടായിരുന്നു, പിന്നെയും കൊടുക്കാനുണ്ടായിരുന്നു. അതിനുള്ള മനസ്സവനുണ്ടായിരുന്നു, അതിനുള്ള സമയമുണ്ടായിരുന്നു. യേശു പ്രിയപ്പെട്ടവരെ, അവൻ അതിനുവേണ്ടി വന്നവനാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യദൃച്ഛിയ ഈ ലോകത്തിൽ പല മഹാന്മാരും വന്നിട്ടുണ്ട്. അവർക്കാർക്കും പാപികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു, അവൻ യദൃച്ഛിയ വന്നവനല്ല. യുഗങ്ങൾക്ക് മുമ്പ്, അർത്ഥാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് സകലവിധമായ രക്ഷാപദ്ധതികളും പൂർത്തിയാക്കി മാനവജാതിക്ക് വേണ്ടി ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനായിട്ട് ലോകത്തിലേക്ക് വന്ന അനുഗ്രഹീതനായ പുണ്യപുരുഷനാണ്. ഒരാശയം കൂടി ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 7-ാം വാക്യം നമുക്ക് നോക്കാം. 7-ാം വാക്യം, തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിച്ച പുരുഷൻ, അങ്ങനെയുള്ളവൻ ആരാണോ അവനത്രേ യഹോവയുടെ ഭുജം. 7-ാം വാക്യം നമുക്ക് നോക്കാം. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെയിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാപതിയാലും എടുക്കപ്പെട്ടു. 11-ാം വാക്യം, തന്റെ പരിജ്ഞാനം കൊണ്ട് അവൻ പലരെയും നീതീകരിക്കും. തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. പ്രിയപ്പെട്ടവരെ, ലോകചരിത്രത്തിൽ സ്വന്തം പരിജ്ഞാനം കൊണ്ട് അനേകരെ നീതീകരിച്ചവൻ യേശു മാത്രമാണ്. നമുക്കറിയാം, ഈ ലോകത്തെ കിടുകിട വിറപ്പിച്ച അനേകർ, ലോകത്തെ കീഴ്മേൽ മറിച്ച അനേക ആളുകൾ തങ്ങളുടെ ബുദ്ധിമൂശയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ കൊണ്ട് ലോകത്തിന് ഒട്ടനവധി സംഭാവനകൾ ചെയ്ത ആളുകൾ, പ്രൗഢഗംഭീരമായ പ്രസംഗങ്ങൾ കൊണ്ട് അനേകരെ ഹഠാൻ ആകർഷിച്ചവർ, അവരൊക്കെ ജനിച്ചു ജീവിച്ചു മൺമറഞ്ഞ ഒരു മണ്ണിലാണ്
നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവരുടെ ബൗദ്ധിക പരിജ്ഞാനങ്ങൾ കൊണ്ട് അനേക ആളുകളെ സമുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അനേകരെ പ്രബുദ്ധരാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നീതീകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിഞ്ഞവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് കർത്താവായ യേശുക്രിസ്തു. ഇവൻ തച്ചന്റെ മകനല്ലയോ എന്നാണ് ജനം ചോദിച്ചത്. അതെ, അവൻ തച്ചന്റെ മകനാണ്. ഒരു തച്ചൻ തടി ചെത്തി ഒരുക്കി രൂപപ്പെടുത്തുന്നത് പോലെ തന്റെ പരിജ്ഞാനം കൊണ്ട് അനേകരെ രൂപപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. തന്റെ പരിജ്ഞാനം കൊണ്ട് അവൻ അനേകരെ നീതീകരിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ വായിക്കുന്നത്, പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു എന്നാണ് കാണുന്നത്. കൊലോസ്യർ 2:3, അവനിലല്ലോ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നത്, വിശദീകരിപ്പാൻ ആവശ്യമില്ലല്ലോ. 12-ാമത്തെ വയസ്സിൽ യെരുശലേമിൽ അവിടുത്തെ ഉപദേഷ്ടാക്കന്മാരുമായി തർക്കിച്ചു വാദിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ വായിക്കുന്നു, അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി, അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. ഓ, ഇത്ര പരിജ്ഞാനം ഈ ബാലൻ എവിടെ നിന്ന്? അവന്റെ പരിജ്ഞാനം കണ്ടിട്ട് അവരൊക്കെ അതിശയിച്ചു എന്നാണ് വായിക്കുന്നത്. നമ്മുടെ കർത്താവ് പരിജ്ഞാന സമ്പൂർണനാണ്, അവൻ സർവജ്ഞാനിയാണ് നമ്മൾ വായിക്കുന്നുണ്ട്. ഓ, അവൻ തന്റെ പരിജ്ഞാനം കൊണ്ട് അനേകരെ നീതീകരിച്ചവനാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനനം എന്തിനു വേണ്ടിയാണ്? രാജാതിരാജാവായവൻ, സകല ചരാചരങ്ങളെയും നിർമ്മിച്ചവൻ ഒരു കീറ്റശീലയിൽ പൊതിയപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവന് ജനിക്കാനൊരിടം കിട്ടാതിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം അവന്റെ പരിജ്ഞാനത്തിൽ ഉരുത്തിരിഞ്ഞ ആശയമായിരുന്നു.